ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, എഗ് ബിരിയാണി തുടങ്ങിയ ഒട്ടനവധി ബിരിയാണികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒട്ടുമിക്കതും കഴിച്ചു നോക്കിയിട്ടും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തക്കാളി ബിരിയാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തക്കാളി ബിരിയാണിയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല വളരെ സ്വാദിഷ്ടവുമാണ്. എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ തക്കാളി ബിരിയാണി വീട്ടിൽ തയ്യാറാക്കുക എന്ന് നോക്കിയാലോ? നമുക്കായി ഇന്നത് പരിചയപ്പെടുത്തുന്നു അരുൺ. തക്കാളി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. 200 ഗ്രാം തക്കാളി, പുതിനയില ഒരു കൈ നിറയെ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള, പച്ചമുളക് 5 6, 8 12 വെളുത്തുള്ളി അല്ലികൾ, സ്പൈസസ് ഗ്രാമ്പു 4 6, കറുവയില, കറുവപ്പട്ട, മല്ലിയില ഒരു കൈ നിറയെ. ആദ്യം തന്നെ ഒരു പാത്രത്തില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി തിളയ്ക്കണ വെള്ളത്തിലേക്ക് 5 6 മിനിറ്റ് തക്കാളി ഇട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളികൾ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആയി കിട്ടണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടുപ്പില് കുക്കർ വെക്കുക. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് കറുവയില, കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവയിട്ട് വഴറ്റുക. നന്നായി വഴണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളക് കീറിയത്, ഇടിച്ചു വെച്ച വെളുത്തുള്ളി എന്നിവയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്തിളക്കാം. അത് കഴിഞ്ഞ് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റുക. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി പ്യൂരി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അത്രയും തന്നെ മുളക് പൊടിയും ചേർക്കണം. ഇനി വീണ്ടും ഒരു 5 6 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വിടുക. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇത് പാകം ചെയ്യണം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. 1:2 എന്ന അനുപാതത്തിലാണ് അരിയും വെള്ളവും ചേർക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. പാകമായി കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറൊക്കെ കളഞ്ഞ് ഇത് തുറക്കാം. നമ്മുടെ തക്കാളി ബിരിയാണി തയ്യാറാണ്. പപ്പടത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെയോ കൂടെയോ ഒക്കെ ഇത് വിളമ്പാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ തക്കാളി ബിരിയാണി നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.